നമുക്ക് ഇന്നത്തെ സെഷനിൽ പ്ലാങ്ക് കിങ്ഡത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് പ്ലാങ്ക് കിങ്ഡം എന്നുള്ളത്. അപ്പോൾ പ്ലാങ്ക് കിങ്ഡത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. ദാറ്റ് ഈസ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 തരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണം. സ്ഥിരം ചോദിക്കുന്ന കുറേ ഫിക്സഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോഴും ചോദിച്ചു. ഇപ്പം ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഏത് ജീവജാലത്തിൻ്റെ ഈ പറയുന്ന ഫുഡ് സ്റ്റോറേജ് രൂപമാണ്? അത് റെഡ് ആൽഗയുടെയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഇന്ന ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെൻ്റ് ഏത്? ആംഫീബിയൻസ് ഓഫ് പ്ലാങ്ക് കിങ്ഡം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഏത്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ആൽഗയെക്കുറിച്ച് പഠിക്കാം. അല്ല, ആൽഗയെക്കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് നോൺ ആസ് ഫൈക്കോളജി എന്നാണ് പറയുന്നത്. ഫൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ആൽഗെ. ഫൈക്കോളജി. അപ്പം നമുക്ക് ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ, ഫിയോഫൈസിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പോൾ ഫൈക്കോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു പ്ലാന്റ്സ് എന്ന് മനസ്സിലാക്കുക. ആൽഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ താലോയിഡ് ഓട്ടോട്രോഫിക് ക്ലോറോഫിൽ ബിയറിംഗ് ആൻഡ് അക്വാട്ടിക് ഓർഗാനിസംസ്. ദേ മേ ബി ഫ്രഷ് വാട്ടർ ഓർ മെറൈൻ. അല്ലേ, നമുക്ക് ശുദ്ധജലത്തിലും കാണപ്പെടും. ഈ റെഡ് ആൽഗയും ബ്രൗൺ ആൽഗയൊക്കെ കൂടുതലും കാണപ്പെടുന്നത് കടലിലാണ്. ഇനി സിമ്പിൾ താലോയിഡ് എന്ന് പറയുമ്പോൾ താലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ്. ബോഡി സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് താലസ്. സിമ്പിൾ താലോയിഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഡിഫറൻസിയേഷനുള്ള ഒരു ജീവജാലമാണ്. അല്ലാതെ അതിനകത്ത് റൂട്ടെന്നോ സ്റ്റെമ്മെന്നോ ബ്രാഞ്ചസ് എന്നോ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. ഒരു സിമ്പിൾ സ്ട്രക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേ ഒക്കർ ഇൻ മോസ്റ്റ്ലി ഇൻ stones and soils and moist surfaces. Okay, some occurs in association with the fungi. നമ്മൾ പഠിച്ചു ലൈക്കൺ ആൻഡ് ഇൻ ആനിമൽസ്. സ്ലോത്ത് ബിയറിൻ്റെ പുറത്ത് ആൽഗൽ അസോസിയേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ആൽഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ഷോസ് വേരിയബിൾ സൈസസ്. സിംഗിൾ സെല്ലുലാർ ആൽഗെ മുതൽ ഈ പറയുന്ന കോളനിയിലും ഫിലമെൻറ്റസ് ആയിട്ടുള്ള വലിയ ഫോംസ് ഉണ്ട്. ഇപ്പം ക്ലാമിഡോമോണാസ് നമുക്കറിയാവുന്നതാണ്. ഇതാണ് സാധനം. ഇത് സിംഗിൾ സെല്ലുലാറാണ്. കൊളോണിയലുണ്ട്, വോൾവോക്സ് പോലെ. എന്നാൽ ഈ പറഞ്ഞ ഫിലമെൻറ്റസ് ആയിട്ടുള്ളതുകൊണ്ട് ഈ സ്പൈറോഗൈറ പോലുള്ളത് കണ്ടില്ലേ, യൂളോത്രിക്സ്, സ്പൈറോഗൈറ തുടങ്ങിയ അതെല്ലാം ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഫോംസ് ആണ്. ഇനി അതിൻ്റെ റീപ്രൊഡക്ഷൻ പറയുവാണെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് സിമ്പിളി ഒന്ന് ഡിവൈഡ് ചെയ്ത് ഫിഷം പോലെ അല്ലേ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് വളരാറുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അവിടെ സ്പോർസ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻ്റ് ഉള്ളത് എന്നുള്ള അർത്ഥമാണ്. ദേ ആർ ഫ്ലാജലേറ്റഡ് മോട്ടൈൽ. ദേ ജെർമിനേറ്റ് ടു ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. ചില സ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ്മെൻ്റ് ഉള്ളതായിരിക്കത്തില്ല. പക്ഷേ സ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു അനിമൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. മൂവ്മെൻ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് എന്തു പറയാം, ഒരു എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി റീപ്രൊഡക്ഷനകത്ത്, സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഐസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഗ്യാമേറ്റ്സ് ആണ്. ഇത് മെയിലും ഇത് ഫീമെയിലും. ഓക്കെ, ദർ മേ ബി ഫ്ലജലേറ്റഡ് ആവാം, ചിലപ്പം നോൺ ഫ്ലജലേറ്റഡ് ആവാം. ഇനി അനൈസോഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിമിലർ സൈസാണ്. ഒന്ന് വലുതും, മിക്കവാറും ഫീമെയിലിൻ്റെ ഗ്യാമീറ്റ് വലുതും മെയിലിൻ്റെ ചെറുതുമായിരിക്കും. ഇനി ഊഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് ആൻഡ് സ്മാൾ ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന മെയിൽ ഗ്യാമീറ്റ് മോട്ടിലിറ്റി ഉള്ളതായിരിക്കും. അല്ലേ, നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമീറ്റ് ആൻഡ് മോട്ടൈൽ മെയിൽ ഗ്യാമീറ്റ്. അതായത് ഫീമെയിൽ ഗ്യാമീറ്റ് ഒരിടത്ത് ഫിക്സ്ഡ് ആയിട്ടിരിക്കും. മെയിൽ ഗ്യാമീറ്റ് വെള്ളത്തിലൂടെയോ എയർ കറൻസിലൂടെയോ ഒക്കെ എന്താ പറയുന്നത് അവിടെ എത്തിച്ചേരുകയും ഫ്യൂസ് ആവുകയും ചെയ്യും. ലൈക്ക് പോളൻ ഗ്രെയിൻസ്. അല്ലെ, പോളൻ ഗ്രെയിൻസ് കണക്കാണ് സംഭവിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഊഗമിയാണ്. ഓക്കെ, നമ്മളെയൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഏകദേശം ഇതേ കണക്കാണ്. മെയിൽ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, മൂവ്മെൻ്റ് ഉള്ളതാണ്. എന്നാൽ ഫീമെയിൽ ഗ്യാമീറ്റ് വലുതാണ്. ഫീമെയിലിൻ്റെ ശരീരത്തിൽ തന്നെ എന്താ പറയുക നോൺ മോട്ടൈലായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് ആൽഗയിലും ഈ ഊഗമി എന്നുള്ളത്. ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്താണ്? ത്രൂ ഫോട്ടോസിന്തസിസ് ദേ ഫിക്സ് ഹാഫ് ഓഫ് ദ CO2 ഓൺ എർത്ത് ആൻഡ് ഇൻക്രീസ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ. ദേ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ദ ബേസിസ് ഓഫ് ഫുഡ് സൈക്കിൾസ് ഓഫ് ഓൾ അക്വാറ്റിക് ആനിമൽസ്. അല്ലേ, ഇനി മനസ്സിലാക്കേണ്ട കേസ്, ആമസോൺ വനാന്തരത്തെക്കാട്ടി കൂടുതൽ ഓക്സിജൻ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഓഷ്യൻസിൽ നിന്നാണ്. എസ്പെഷ്യലി ആൽഗെ ത്രൂ ആണ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ആൽഗെ, അബൌട്ട് 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗെ ആർ ഫുഡ്. നല്ല മിനറൽ റിച്ച് ആണ്, നല്ല ന്യൂട്രിയൻസ് ആണ്, ആൻറ്റി ഓക്സിഡൻസ് ആണ്, ഭയങ്കര
ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡാണ്. അഗർ എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ടു ഗ്രോ മൈക്രോബ്സ് ഐസ്ക്രീം ജെല്ലീസ്, അതായത് ആ ബേസാണ് അഗർ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ ബാക്ടീരിയയൊക്കെ കൾച്ചർ ചെയ്യുന്നതും അഗറിനകത്താണ്. ഇനി ബെനിഫിറ്റ്സ്, മറൈൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ ആർ യൂസേഴ്സ് ഹൈഡ്രോകൊളോയിഡ്സ്, വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്, വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. ആൽജിൻ, ബ്രൗൺ ആൽഗെ ആൻഡ് കെരാജീൻ ഇൻ റെഡ് ആൽഗെ, ദീസ് ആർ ആൾസോ യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. പ്രോട്ടീൻ റിച്ച് ആണ്. ക്ലോറല്ല സ്പൈറുലിന നോക്കുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ സെൽ പ്രോട്ടീനായിട്ടും സ്പേസ് ട്രാവലേഴ്സ് ഒരു ടാബ്ലറ്റ് എന്താ പറയുന്നത് കൊണ്ടുപോകാറുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ സ്പൈറോഗെയറയും ക്ലോറല്ല എസ്പെഷ്യലി ഫോട്ടോസിന്തറ്റിക്കാണ്. കൂട്ടത്തിൽ നല്ല റിച്ച് ഫുഡ് സോഴ്സാണ്. പലപ്പോഴും സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി, ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജി കിട്ടാറുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഈ സമരക്കാരൊക്കെ കഴിക്കുന്ന ഇതാണെന്നാണ് പുതിയൊരു പറയുന്നത്. കാരണം ഒരു ആരും കാണാതെ കഴിച്ചാൽ മതി, ഒരു ദിവസമല്ല എത്ര ദിവസം വേണേലും ജീവിക്കാനുള്ള കഴിവ് കിട്ടുമെന്നാണ് പറയുന്നത്. ശരി, ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ: ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയ റെഡ് ആൽഗെ. ഫൈക്കോളജി അറിയാലോ, സ്റ്റഡി ഓഫ് ആൽഗെയാണ്. ഇനി ക്ലോറോഫൈസിയെക്കുറിച്ച് പറഞ്ഞാൽ യൂണിസെല്ലുലാർ കോളോണിയർ ഫിലമെൻറ്റസ് ആവാം. യൂഷ്വലി ക്ലോറോഫിൽ എയും ബിയും കാണാറുണ്ട്. അതിനകത്തൊരു ഡിസ്ക് ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയൊക്കെ കണക്കിരിക്കുന്ന ഈ പറയുന്ന പ്ലാന്റ്സിനകത്ത് കാണപ്പെടുന്ന ഒരു ഓർഗനലാണ്. ഇതിനകത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ. ഫിൽ എന്ന് അവസാനിക്കുന്ന വർണ്ണവസ്തു, പ്ലാസ്റ്റ് എന്ന് അവസാനിക്കുന്നത് ഈ പറഞ്ഞ സെൽ സ്ട്രക്ചർ. അതുകൊണ്ട് കിച്ചൺ ഓഫ് സെൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. കാരണം അതിനകത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. പല ഷേപ്പിലുള്ള ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതനുസരിച്ചുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് പൈറിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റോറേജ് ബോഡീസിനെയാണ് പൈറിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, കണ്ടില്ലേ, പൈറിനോയിഡ്സ് കണ്ടെയ്ൻസ് പ്രോട്ടീൻ ബിസൈഡ്സ് സ്റ്റാർച്ച് പ്ലസ് പ്രോട്ടീനാണ്. ആൽഗെ ആൾസോ സ്റ്റോർസ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. റിജിഡ് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഒരാളും കൂടെ ഉണ്ട്, ഔട്ടർ ലെയർ പെക്ടോസ്. മറക്കരുത്, ആൽഗയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ് പെക്ടോസ്. ഇനി മനസ്സിലാക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്, സെയിം കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പൈറിനോയിഡ്സ് ഉണ്ട്, ഈ പറയുന്ന സെല്ലുലോസ് ഇന്നർ ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ പെക്ടോസ് ആണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ക്ലാമിഡോമോണാസും വോൾവോക്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്, കാണിച്ചേക്കുന്നത് കേട്ടോ. ശരി, ഇനി ക്ലോറോഫൈസിയയിൽ നമുക്കിനി പറയാനുള്ളത് റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, സ്പോർ ഫോർമേഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഐസോഗ്യാമസ് ആയിട്ടുണ്ട്, ഊഗ്യാമസ് ഉണ്ട്, അനൈസോഗ്യാമസ് ഉണ്ട്. 3 ടൈപ്പും ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അല്ലേ. അടുത്താണ് ഫിയോഫൈസിയ, ദറ്റ് ഈസ് ബ്രൗൺ ആൽഗെ. ദേ ആർ മോസ്റ്റ്ലി ഇൻ മറൈൻ ഫോംസ് ആണ് കൂടുതലും നമ്മൾ വീടിനടുത്തുനിന്ന് ബ്രൗൺ ആൽഗെ കാണാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? മറൈൻ എക്കോസിസ്റ്റത്തിലാണ്. ഫിയോ മീൻസ് ബ്രൗൺ എന്നാണ് അർത്ഥം. ഗ്രേറ്റ് വേരിയേഷൻ ഇൻ സൈസ്, സിമ്പിൾ സ്ട്രക്ചേഴ്സ് തൊട്ട് ജൈജാൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്, കെരാറ്റിനോയിഡ്സ് ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. മറക്കരുത്, സാന്തോഫിലാണ് കൂടുതലും ബ്രൗൺ കളർ കൊടുക്കാൻ സഹായിക്കുന്നത്. ഇനി ഒലിവ് ഗ്രീൻ ടു ബ്രൗൺ ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് സാന്തോഫിൽ പിഗ്മെൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് ഫ്യൂക്കോസാന്തിൻ. സാന്തോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ബ്രൗൺ എന്നുള്ള അർത്ഥമാണ്. റെഡ് ബ്രൗൺ എന്നുള്ള കളർ, അതിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ബ്രൗണിഷ് റെഡ് കളർ വരും. ഇനി ഫിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ ആൽഗെ എന്നാണ്. ഫൈസിയ മീൻസ് ആൽഗെ, ഫിയോ ഫൈസിയ മീൻസ് ബ്രൗൺ ആൽഗെ. ഇനി ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഫോം ഓഫ് ലാമിനാർ ഓർ മാനിറ്റോൾ. മറക്കരുത്, ആൽജിൻ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. വെജിറ്റേറ്റീവ് സെൽസ് സെല്ലുലോസ് വാൾ ബൈ ജെലാറ്റിനസ് കോട്ടിംഗ് ഓഫ് ആൽജിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് ചേർത്താണ് ഇവരെ എന്താ പറയുന്ന ഇവർക്ക് കോളനിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ്. വെജിറ്റേറ്റീവ് സെൽസ് ആർ സെല്ലുലോസിക് വാൾ കവേർഡ് ബൈ ജെലാറ്റിനസ് കോട്ടിംഗ് ഓഫ് ആൽജിൻ. ഈ ആൽജിൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പല കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനും ഉപയോഗിക്കാറുണ്ട്. പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടെയ്ൻസ് പ്ലാസിഡ് സെൻട്രൽ വാക്യൂൾസ് ന്യൂക്ലിയസ്. പ്ലാന്റ് ബോഡി ഹോൾഡ് ഈസ് അറ്റാച്ച്ഡ് ടു സബ്സ്ട്രേറ്റഡ് ബൈ ഹോൾഡ് ഫാസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ആൻഡ് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തസിക് ഓർഗൻ കാൾഡ് ഫ്രണ്ട്. അപ്പോൾ എന്താ ഇത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നുണ്ടോ. ലീഫ് ലൈക്ക് ഫ്രണ്ട്, ഈ പറയുന്ന ഈ സ്റ്റെം ലൈക്ക് സ്റ്റൈപ്പ്, പിന്നെ അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചു വരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ലാമിനാറിയെ മറക്കരുത്, സർഗാസം മറക്കരുത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സർഗാസോ കടലെടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇത് ഒരുപാട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, വളർന്നങ്ങ് ഓഷൻ മൊത്തം അങ്ങ് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിപ്പുകൾ പോലും നീങ്ങാൻ പറ്റാത്ത കണ്ടീഷനുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. ശരി, ഇനി അടുത്തത് ഫിയോഫൈസിയൽ ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ മറക്കരുത്.
അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്റ്റോർഡ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷനായിട്ടും ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുറിഞ്ഞ് വേറൊന്നായി ലൈക്ക് ഫിഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്ലജലേറ്റ് സൂസ്പോർസ്, അതായത് 2 ഫ്ലജലുള്ള സൂസ്പോർസ് ആണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. മറ്റേനകത്ത് സിംപിളി സൂസ്പോർസ് ആണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, 2 ഫ്ലജലുള്ള കുറച്ചുകൂടെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഐസോഗ്യാമസ് ഓർ അനൈസോഗ്യാമസ് ഓർ യൂഗ്യാമസ്. അടുത്താണ് റോഡോഫൈസിയെ. ദേ ഹാവ് റെഡ് താലെ ഡ്യൂ ടു ദ റെഡ് പിഗ്മെൻറ്റ് ദാറ്റ് ഈസ് ഫൈക്കോ എരിത്രിൻ. മറക്കരുത്, ഫൈക്കോ എറിത്രിൻ. അവിടെ സാന്തോഫിൽ ആണെങ്കിൽ ഇവിടെ ഫൈക്കോ എരിത്രിൻ ആണ്. മെജോറിറ്റി ആർ മറൈൻ സ്പീഷ്യസ്. Okay, they occur in both well lighted regions close to the surface of water and at the depth of the ocean. അകത്തോട്ട് പോകുന്നതനുസരിച്ചും കാണാറുണ്ട്. അതായത് ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് ആണ് അല്ലേ, സീ ഫ്ലോറിലൊക്കെ കാണപ്പെടുന്നതാണ്. ഇനി അടുത്തത് അതിനകത്ത് കുറേ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇതാണ് ചോദ്യം കേട്ടോ. സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ചോദിക്കുന്നത് ഇപ്പോൾ ലാമിനിറ്റോൾ ആൻഡ് പറയുന്ന ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ ഒരുമിച്ചങ്ങ് പറഞ്ഞല്ലേ. ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ ഏതിൻ്റെയാണ്? സ്റ്റോറേഡ് ഫുഡ് ഏതിൻ്റെയാണ്? ബ്രൗൺ ആൽഗയുടെയാണ്. എന്നാൽ ഈ പറയുന്ന റെഡ് ആൽഗയുടെയാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. മറക്കരുത്. റീപ്രൊഡക്ഷൻ നോർമലി 3 കൊണ്ട് ഫ്രാഗ്മെൻറ്റേഷൻ, സ്പോർസ്, ഊഗ്യാമസ് ആണ് കൂടുതൽ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ആൽഗയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഈ ഒറ്റ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. NCERT അതേ കണക്കാണ്. മാനിറ്റോൾ, ലാമിനാറിൻ, ഇവിടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റാർച്ച് ഇതാണ് നമ്മളെ സാധാ പ്ലാന്റ്സ് കണക്കാണ് ഈ പറയുന്ന ക്ലോറോഫൈസിയയിൽ. ഇനി ഫൈക്കോ എരിത്രിൻ മറക്കരുത്. ഫ്യൂക്കോസാന്തിൻ സാന്തോഫിൽ ഏതിനകത്താണ്? ഫിയോഫൈസിയ, ദാറ്റ് ഈസ് ബ്രൗൺ ആൽഗെ. ഇനി അടുത്തിലോട്ട് വേണമെങ്കിൽ ബ്രയോഫൈറ്റ്സ് സ്ഥിരം ചോദിക്കുന്ന ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. മാറിയും തിരിഞ്ഞുമൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണ അത് സോയിലിലാണെങ്കിലും വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളിടത്താണ് ഇത് കൂടുതലും വളരുന്നത്. സോയിലായാലും മോയ്സ്ചർ ഉള്ളിടത്തെ വളരും. കാരണം ഇതിനെന്ത് വേണം? റീപ്രൊഡക്ഷൻ എന്ത് വേണം? വാട്ടർ കണ്ടൻറ്റ് വേണം. ഓക്കെ, ഇനി അതിനകത്ത് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബോഡി ഈസ് മോർലി ഡിഫറൻഷ്യേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ. കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. സ്റ്റെം ലൈക്ക് അല്ലേ, നമ്മൾ ഈ ബ്രൗൺ ആൽഗയിലൊക്കെ കണ്ടില്ലേ, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്തും ഇറ്റ് ഈസ് താലസ് ലൈക്ക് ആൻഡ് എ പ്രൊസ്ട്രേറ്റ് എറക്റ്റ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്. റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റൈസോയിഡ്സ്. ഇത് ഫിനേറിയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബ്രയോഫൈറ്റ്സ് ആണ്. ഇത് നമ്മൾ വാളിലൊക്കെ കാണാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇത് തമ്മിൽ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഉപയോഗിച്ച് നമ്മൾ രണ്ട് ഫിനേറിയ എടുത്തിട്ട് ഇതിൻ്റെ ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന 2 പേര് 2 സൈഡ് ചെയ്ത് പിടിക്കും. ആദ്യമേ പൊട്ടിപ്പോകുന്ന ആളുടെ ഈ പറയുന്ന തോൽക്കുന്ന രീതിയിൽ നമ്മൾ കളിക്കാറുണ്ട്. അത് ഇപ്പോൾ കുട്ടിക്കാലത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാകും. ആ സാധനം തന്നെയാണ് ഇത്. ഓക്കെ, ദേ ലാക്ക് ട്രൂ റൂട്ട്സ് അല്ലേ. എല്ലാം സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്കാണ്. ദേ പൊസസ് ലൈക്ക് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗ്യാമീറ്റ്സ്. ഇറ്റ് ഈസ് കാൾഡ് ഗാമിറ്റോഫൈറ്റ്. ഗാമിറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാമേറ്റ്സിനെ ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇതാണ് എൻ്റെ ഗാമിറ്റോഫൈറ്റ്. അതായത് ഈ ഗാമിറ്റോഫൈറ്റ്സിനകത്ത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ന്യൂക്ലിയസേ കാണുള്ളൂ. ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാമീഡ്സിനുണ്ടാക്കും. ഗ്യാമീഡ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 ഗ്യാമീഡ്സ് ചേർന്ന് അതിനകത്ത് തന്നെ ഫെർട്ടിലൈസേഷനകത്ത് തന്നെ നടക്കും. അതാണ് ഗ്യാമീഡ്സ് ചേർത്ത് ഉണ്ടാകുന്ന ആളാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2N ഉണ്ട്. ഇതാണ് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിൻ്റെ ക്യാപ്സ്യൂൾ അതിനകത്ത് തന്നെ ഫെർട്ടിലൈസേഷൻ N+N എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നടക്കും. ഭാഗമായിട്ട് പുറത്തോട്ട് ഈ സ്ട്രക്ചർ പുറത്തോട്ട് വരും സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ക്യാപ്സൂളിനകത്ത് സ്പോർസ് ഉണ്ട്. ഈ സ്പോർസ് വീണ്ടും പോയി തറയിൽ പോയി കളിക്കും. വീണ്ടും ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാവും. അതിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ഉണ്ടാവും. അതിൽ ഈ പറയുന്ന സ്പോർസ് ഉണ്ടാവും. സ്പോർസ് എന്ന് പറയുന്നത് ഈ സ്പോർസ് ആകുമ്പോൾ 2N എന്നുള്ളത് N ആയി മാറും. കാരണം സ്പോർ ഉണ്ടാകുമ്പോൾ അവിടെ മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷനാണ് നടക്കുന്നത്. ഓക്കെ, പ്ലാന്റ് ബോഡി ഈസ് നോൺ ആസ് ഗ്യാമിറ്റോഫൈറ്റ്. ഇറ്റ് ഹാസ് എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ എന്നാണ്. സ്പോറിനെ ഉണ്ടാക്കുന്നവൻ സ്പോറോഫൈറ്റ് ഉണ്ട്, ഗാമിറ്റോഫൈറ്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്. മനസ്സിലാക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. ഇനി ഇമ്പോർട്ടൻസ് എന്താണ്? ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് എക്സെട്ര. ഈ പറയുന്ന പ്രൊവൈഡ്സ് ഈ പറയുന്ന സ്വാഗ്നം പോലുള്ള സാധനങ്ങൾ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ. ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്ലാൻ സക്സഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ എക്കോസിസ്റ്റത്തിനകത്ത് ആദ്യമായിട്ട് കയറി വരുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. എസ്പെഷ്യലി പ്ലാന്റ്സ് ആയിരിക്കും. ആൽഗ ആയിരിക്കും. ഈ പാറ ഉണ്ടല്ലേ, ഈ പാറയിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യമേ ആൽഗ വരും, പിന്നെ ബ്രയോഫൈറ്റ്സ് വരും. അതാണ് ആ സക്സഷൻ. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരുന്നു, സക്സസ്
അല്ലേ എന്ന് പറഞ്ഞുള്ള രീതിയിൽ സക്സീഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ് വന്നിട്ട് ചെറിയ ചെറിയ ട്രീസ് വരും, പിന്നീട് ഈ മണ്ണ് പൊടിയും, അല്ലേ, ആ എക്കോസിസ്റ്റം മാറും, റോക്ക് എന്നുള്ളത് മാറി ഒരു സോയിൽ ബേസ്ഡ് എക്കോസിസ്റ്റം. അപ്പോൾ സക്സഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനും നല്ലൊരു ഉപയോഗം ഉണ്ടാവാറുണ്ട്. ഇനി സിൻസ് മോസസ് ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ ദേ ക്യാൻ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി 2 ടൈപ്പ് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ് ആണുള്ളത്. ലിവർ വേർഡ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഈ ഭിത്തിയിലൊക്കെ കാണുന്ന കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് മോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിവർ വേർഡ്സും മോസസും ഏതിൻ്റെ ഗ്രൂപ്പാണെന്ന് വെച്ചാൽ ബ്രയോഫൈറ്റ്സിൻ്റെ ഗ്രൂപ്പാണ്. മറക്കരുത്. ഒരു ചോദ്യം കൂടെ, ആംഫീബിയൻസ് ഓഫ് പ്ലാങ്ക് കിങ്ഡം, മറക്കരുത്. അടുത്തതായി നമുക്ക് ടെറിഡോഫൈറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ടെറിഡോഫൈറ്റ്സ്, പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഹോഴ്സ് ടെയിൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്സ് ഉണ്ട്, ഫേൺസ് ഉണ്ട്. നമ്മൾ ഫേൺസ് കാണാത്ത ആരുമില്ല. ഓക്കെ, ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈ പറഞ്ഞ വേൾഡിൽ ഏറ്റവും ഡൊമിനേറ്റ് ചെയ്തിരുന്ന സാധനമാണ്, അല്ലെ, ഈ ജുറാസിക് വേൾഡിലെ സമയത്തൊക്കെ. ഓക്കെ, ദേ ആർ ഫൗണ്ട് ഇൻ കൂൾ ഡാം ഷെയ്ഡ് പ്ലേസസ്, സം നറിഷ് വെൽ ഇൻ സാൻഡി കണ്ടീഷൻ ആസ് വെൽ. കൂടുതൽ നമ്മൾ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ആയിട്ടൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ടു പൊസസ് വാസ്കുലർ ടിഷ്യൂസ്, ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം. വാട്ടർ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതും ഫുഡ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ആൾക്കാരാണ് ഈ സൈലം, ഫ്ലോയം. നമ്മൾ വാസ്കുലർ ടിഷ്യൂസ് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ശരി. ഇനി ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ബ്രയോഫൈറ്റ്സ് ദ ഡോമിനൻറ്റ് ഫേസ് ഈസ് ഗ്യാമിറ്റോഫൈറ്റ് ആണ്. ഗ്യാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് നമുക്കുള്ളത്. നമ്മൾ ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്യാമിറ്റോഫൈറ്റ് ആണ്. അതിൽ നിന്ന് സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോർ ഉണ്ടാക്കുന്ന ഗ്യാമേറ്റ്സിനെ ഉണ്ടാക്കുന്നവൻ ഗ്യാമിറ്റോഫൈറ്റ്, അല്ലേ. അതിനകത്ത് ഗ്യാമേറ്റ്സ് തമ്മിലുണ്ടായി ഫ്യൂസായി ഒരു സ്പോറോഫൈറ്റ് ഉണ്ടാവും. ആ സ്പോറോഫൈറ്റിനകത്ത് സ്പോർസ് ഉണ്ടാവും. അങ്ങനെയല്ലേ അവിടെ സംഭവിച്ചത്. പക്ഷേ ഈ കേസിൽ ഇൻ ടെറിഡോഫൈറ്റ്സ് ദ ഡോമിനൻറ്റ് ഫേസ്, the main plant body is sporophyte. It differentiate into true root, stem and leaves, അല്ലേ. 3 തരംതിരിച്ചിട്ടുണ്ട്. കൃത്യമായി നമുക്ക് റൂട്ടെന്നും സ്റ്റെം എന്നും ലീവ്സ് എന്ന് പറയാം. മറ്റേതെല്ലാം റൂട്ട് ലൈക്കാണ്. ഓക്കെ, റൈസോയിഡ്, അല്ലേ, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലേ. ദീസ് ഓർഗൻസ് ഹാവ് വെൽ ഡിഫറൻഷിയേറ്റഡ് വാസ്കുലർ ടിഷ്യൂസ്, സൈലോം ഫ്ലോയം ഉണ്ട്. ദ ലീവ്സ് ഇൻ ടെറിഡോഫൈറ്റ് ആർ സ്മാൾ, ചെറുതാണ്. എന്നാൽ ആസ് ഇൻ സെലാജിനല്ല ഓർ ലാർജ് മാക്രോഫിൽസ് ലൈക്ക് ഇൻ ഫേൺസ്. ചെറുതായിരിക്കും ചിലതിനകത്ത്, സെലാജിനല്ല കണക്ക് അതെ ചെറിയ ലീവ്സ് ആവാം. എന്നാൽ ഈ പറയുന്ന ഫേൺസിനെ കണക്കുള്ള വലിയ ലീവ്സും ആകാം. ഇനി മെയിൻ യൂസസ്, ദേ ആർ യൂസ്ഡ് ഫോർ മെഡിക്കൽ പർപ്പസ്, സോയിൽ ബൈൻഡേഴ്സ് ആൻഡ് ഓർണമെൻ്റൽ ആയിട്ട് ഉപയോഗിക്കും. നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഒരു ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ കാണാറുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് സ്പോറോഫൈറ്റ്സ്, അല്ലേ. സ്പോറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇലയുടെ സൈഡിൽ നോക്കിക്കേ, സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ സ്പോറിൻ്റെ കൂട്ടം എന്നുള്ള അർത്ഥമാണ്, അല്ലേ. നമ്മളെ എന്താ പറയുന്ന, നമ്മളെ ഒരു ഈ പറയുന്ന, എനിക്ക് മനസ്സിലാകുന്ന പാഷൻ ഫ്രൂട്ട് കണക്ക്, പാഷൻ ഫ്രൂട്ടില്ലേ, പാഷൻ ഫ്രൂട്ടിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതേ കണക്കിരിക്കും ഈ സ്പൊറാഞ്ചി എന്ന് പറഞ്ഞാൽ. അകത്ത് നിറച്ച് ഈ പറഞ്ഞ വിത്തുകളായിരിക്കും, അല്ലെങ്കിൽ സ്പോർസ് ആയിരിക്കും. നമ്മൾക്ക് വിത്ത് കണക്ക് സ്പോർസ് ആയിരിക്കും, അതൊക്കെയിരിക്കും. ഓക്കെ, ദേ ആർ സബ്സ്റ്റൻറ്റഡ് ലൈക്ക് ലീഫ് ലൈക്ക് സ്ട്രക്ചർ അപ്പൻഡേജസ് കോൾഡ് സ്പോറോഫിൽ. സ്പോർസിൻ്റെ അകത്ത് ഈ സ്പോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇലയോട്ട് ചേർന്നിരിക്കുന്ന ഈ ഭാഗമാണ്, അവിടെയാണ് കണ്ടേ ഈ സ്പോറോഫിൽ, കണ്ടില്ലേ. അതിനകത്ത് ഈ സ്പൊറാഞ്ചിയോ എന്ന് പറയുന്നുള്ള ആൾക്കാരുണ്ടാവും. അതിനകത്താണ് എന്തിരിക്കുന്നത്, ഈ പറയുന്ന സ്പോർസ് ഉള്ളത്. ചില കേസുകളിൽ ഇതാണ്ടേ ഈ കോണ് കണക്കുള്ള ഈ രൂപത്തിലും കാണപ്പെടാറുണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയുടെ സൈഡിൽ നമ്മൾ പോലും കാണാത്ത രീതിയിൽ ചെറിയ സ്ട്രക്ചേഴ്സായിട്ട് കാണാറുണ്ട്. ബേസിക്കലി അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സാണ് ഈ പറയുന്ന സ്പൊറാഞ്ചിയം. ചിലർക്കത് ഡെവലപ്പ് ചെയ്ത് എന്തനുസരിച്ചിരിക്കും, കോൺസ് കണക്കിരിക്കും, ഇല്ലേ. ഇനി എന്താ സംഭവിക്കുന്നത്, സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസസ് സ്പോർ. ആ ചെടിയുടെ സ്പൊറാഞ്ചി എന്തുണ്ടാകും, സ്പോർസ് ഉണ്ടാകും. ബൈ മിയോസിസ് ഇൻ ദ സ്പോർ മദർ സെൽ. അവിടെ ഉണ്ടാകുന്നത് എന്ത് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ പറയുന്ന സ്പൊറാഞ്ചിയിൽ നിന്ന് മിയോസിസ് വഴി എന്താണ് N നമ്പറുള്ള, അല്ലെ പകുതി നമ്പറേ ഉണ്ടാവുള്ളൂ, പകുതി നമ്പറുള്ള എന്തുണ്ടാവും, സ്പോർസ് ഉണ്ടാവും. ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദ സ്പോർസ് ജെർമിനേറ്റഡ് ഫോം എ സ്മാൾ മൾട്ടി സെല്ലുലാർ ഫ്രീ ലിവിങ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് കോൾഡ് പ്രോത്താലസ്. അതായത് ഈ സ്പോർ എന്ത് ചെയ്യും, പോയി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയി വളരും. ഇൻഡിപെൻഡൻറ്റ് നേച്ചറാണ്. ഓക്കെ, സ്മാൾ മൾട്ടി സെല്ലുലാർ ഫ്രീ ലിവിങ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് താലോയിഡാണ്. ഓക്കെ, നോണാസ് പ്രോത്താലസ്. ഇതാണ് ഇതിൻ്റെ പടം. ഫേൺസിൻ്റെ പ്രോത്താലസ് ആണ് ഇത്. ചെടിയിൽ നിന്ന് മാറി നിന്ന് വളരും. ഓക്കെ, ആണ് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി പ്രോത്താലസ് റിക്വയർ കൂൾ ഡാം ഷെയ്ഡി പ്ലേസ് ടു ഗ്രോ. ആൾസോ ഇറ്റ് നീഡ്സ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. സോ ദ സ്പ്രെഡ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് എ നാരോ ജോഗ്രഫിക്കൽ റീജിയൻ. അതായത് ഈ സ്പോർ പോയി കിളിക്കുന്നത് ഒരുപാട് ദൂരം കിലോമീറ്ററിനപ്പുറമൊന്നും പോകത്തില്ല. ഈ സ്പോർ തൊട്ടടുത്ത് പോയി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിളിക്കും.
അതാണ് സംഭവിക്കുന്നത്. ഇനി ദ ഗ്യാമിറ്റോഫൈറ്റ്സ് അല്ലേ, അതായത് സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കിളിക്കുക. സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N നമ്പറാണ്, ഓക്കെ, ഹാപ്ലോയിഡാണ്. ഇതിൽ നിന്ന് കിളിച്ച് വരുന്നതാണ് ഈ പറഞ്ഞ പ്രോത്താലസ്. പ്രോത്താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ്. അതായത് വലിയൊരു ചെടിയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഫേൺസിൽ നിന്ന് ഒരു വിത്ത് പോയി വീണ് വേറൊരു ചെടി കിളിക്കും. അതിനെ നമ്മൾ പ്രോത്താലസ് എന്നാണ് വിളിക്കുന്നത്. ഹാസ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ഇറ്റ്. ഓക്കെ, അതെന്ത് ചെയ്യും? ദാറ്റ് ഈസ് ആന്ത്രീഡിയ ആർക്കഗോണിയ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സംഭവം എന്തെന്ന് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഈ പറയുന്ന ഗ്യാമീഡ്സിനെ ഉണ്ടാക്കി ഫ്യൂസ് ചെയ്ത് വീണ്ടും എന്ത് പറ്റും? ഒരു സ്പോറോഫൈറ്റ് ഉണ്ടാക്കും. വാട്ടർ നീഡഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം സൈഗോട്ട് ഡെവലപ്പ് ടു സ്പോറോഫൈറ്റ്. ഈ പടത്തിൽ നിന്ന് വ്യക്തമാണ്. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അതായത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ചെടി, അത് സ്പോറോഫൈറ്റ് ആണ്. കാരണം സ്പോർ ഉണ്ടാക്കുന്നതാണ് ചെടി. അതിനകത്ത് 2N ആണ് അതിൻ്റെ ജനറ്റിക് സ്ട്രക്ചർ. ഓക്കെ, അതിനാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോർ ഉണ്ടാവും. ഓക്കെ, സ്പോറ് തറയിൽ വീണ് അല്ലെങ്കിൽ അതിൻ്റെ മോയിസ്റ്റ് സ്ട്രക്ചർ സർഫസിൽ വീണ് എന്തുണ്ടാവും? കിളിച്ച് ഒരു ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് അതിനെ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്? ഇത് ഗ്യാമേറ്റ്സിനെ ഉണ്ടാക്കുന്നവനെ. ഇവൻ സ്പോറിനെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവനെ സ്പോറോഫൈറ്റ് എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോത്താലസ്. പ്രോത്താലസ് ആരായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ടെറിഡോഫൈറ്റ്സിലാണ്. രണ്ടിലും P ഉണ്ട്. പ്രോത്താലസ്, ടെറിഡോഫൈറ്റ്, അങ്ങനെ ആലോചിക്കുക. അത് തിരിഞ്ഞു പോകാതിരിക്കും. 5 തലം പ്ലാന്റ്സിൽ P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ടെറിഡോഫൈറ്റ്സ് ആണ്. പ്രോത്താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെടി, പ്രധാനപ്പെട്ട ചെടി ഇതാണ്. ഈ പറയുന്ന പ്രോത്താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റായിട്ട് വളരുന്നൊരു സ്ട്രക്ചറാണ്. ഈ പ്രോത്താലസിനകത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെയിലും ഫീമെയിൽ ഈ പറയുന്ന ഓർഗൻസ് ഉണ്ട്. ആന്ത്രീഡിയ, ആർക്കഗോണിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഗ്യാമീഡ്സിനുണ്ടാവും, ദാറ്റ് ഈസ് സ്പേം ആൻഡ് എഗ്. ഇത് ഫ്യൂസായി എന്ത് പറ്റും? ഒരു എന്താ പറയുന്ന ഒരു ഹാപ്ലോയിഡ് സ്ട്രക്ചറിൽ നിന്ന് ഫ്യൂസ് ആകുമ്പം ENും കൂടെ ചേർത്ത് 2N ആവും. അപ്പോൾ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായി. ആ ഡിപ്ലോയിഡായ സ്ട്രക്ചർ കിളിച്ച് വരുമ്പോഴത്തേക്ക് എന്താണ്? അത് ആ പ്ലാന്റായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഗ്യാമീഡ്സ് ഫ്യൂസായി തിരിച്ച് സ്പോറോഫൈറ്റിലേക്കാണ് പോകുന്നത്. അതായത് ദിസ് ഈസ് എ സൈക്ലിക് പ്രോസസ്. ഇതിനകത്ത് പ്രോത്താലസ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു ചെടിയുടെ തന്നെ ഒരു എന്താ പറയുക ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാം. അതായത് അത് ഒരു ജനറേഷൻ ഒരു രൂപത്തിൽ, അടുത്ത ജനറേഷൻ പ്രോത്താലസിൻ്റെ രൂപത്തിൽ, അതിൽ നിന്ന് വീണ്ടും ഈ ചെടി ഉണ്ടാവും. ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കും. അപ്പോൾ പ്രോത്താലസ് മറക്കരുത്, ഇതാണ് സ്ട്രക്ചർ. സ്പോറിൽ നിന്ന് പ്രോത്താലസ് കിളിക്കും, പ്രോത്താലസിനകത്തുള്ള ഗ്യാമീഡ്സ് ഫ്യൂസ് ചെയ്ത് വീണ്ടും സ്പോർ ഉണ്ടാക്കും. ഇടയ്ക്ക് ഈ ഒരു സാധനം വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു കാര്യം പറഞ്ഞതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രോത്താലസം കിലോമീറ്ററിന് അപ്പുറമൊന്നും പോകത്തില്ല. ഈ സ്പോർ വീഴുന്നിടത്തൊക്കെ പ്രോത്താലസ് കളിക്കും, പ്രോത്താലസിൽ നിന്ന് പുതിയ പ്ലാന്റ് വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്താ പറയുക റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. ഇനി നമുക്ക് ടെറിഡോഫൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസ്പോറസ് ആയിരിക്കും മിക്കപ്പോഴും. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് സ്പോർസ് ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. മാക്രോ സ്പോർസ്, മൈക്രോ സ്പോർസ് ഒക്കെ ഉണ്ടാക്കാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിനുള്ള കഴിവുണ്ട്. എന്നാൽ കൂടുതലും എന്താ പറയേണ്ടത് ഈ പറയുന്ന യൂണിസ്പോർസസ്, അതായത് ഒരേ ടൈപ്പ് സ്പോർ ഉണ്ടാക്കി എന്താണ് കഴിവൊന്നും ആ ലൈഫ് സൈക്കിൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ടെറിഡോഫൈറ്റ്സ്. കോംപ്ലിക്കേഷൻസ് കുറവാണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഈ ലൂക്കോസിഡ, ടെറഡോസിഡ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടൈപ്പ് ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സിനെ കാണാൻ പറ്റും. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം സൈഡ എന്ന് അവസാനിക്കുന്നതെല്ലാം ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സ് ആയിരിക്കും. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു P ഉണ്ട്. പ്രോത്താലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത് ആർക്കാണ്? അതും ടെറിഡോഫൈറ്റ്സിലാണ്. പ്രോത്താലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചറാണ്. ഒരു സ്പോറോഫൈറ്റാണ് ചെടിയിൽ. അതിൽ നിന്നുണ്ടാവുന്ന സ്പോറിൽ നിന്ന് പൊട്ടിക്കിളിക്കുന്ന ആൾക്കാരാണ് പ്രോത്താലസിനകത്ത് എന്താ സംഭവിക്കുന്നത്? അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് ഉണ്ട്. ദാറ്റ് ഈസ് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. ഗ്യാമീഡ്സ് ഉണ്ടാവും. ഗ്യാമീഡ്സ് ഫ്യൂസ് ചെയ്ത് എന്താ പറയുന്ന ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്സിനെ തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് അതിനകത്ത് നടക്കുന്ന റീപ്രൊഡക്റ്റീവ് മെക്കാനിസം എന്നുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഡോഫൈറ്റ്സിനകത്ത് എന്തുണ്ട്? ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് അല്ല.
അത് ബ്രയോഫൈറ്റ്സിനകത്താണ്. ഇതിനകത്താണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. പെർഫെക്റ്റ് റൂട്ട്സ് ഉണ്ട്, പെർഫെക്റ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റെം ഉണ്ട്, ലീഫുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം കൃത്യമായി കാണാറുണ്ട്. ഏത് കണക്ക്? നമ്മളെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കണക്ക്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം വാസ്കുലാർ, അതായത് സൈലോം ഫ്ലോയത്തിൻ്റെയും പ്രസൻസ് ഉള്ള ഈ പറയുന്ന ഡെവലപ്ഡ് പ്ലാന്റ്സ് ആണ് ഈ പറയുന്ന ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ഫേൺസും ഈ പറയുന്ന ടെർഡോഫൈറ്റ്സും. ഫേൺസും നമ്മൾ ഈ പറഞ്ഞ ഹോഴ്സ് ടെയിൽസ് എന്നൊക്കെയാണ് അതിനെ വിളിക്കാറ്. ഫേൺസ് ആൻഡ് ഹോഴ്സ് ടെയിൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയൊരു കാറ്റഗറി, ദാറ്റ് ഈസ് ടെർഡോഫൈറ്റ്സ്. ഓക്കെ, ഇനി കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓർണമെൻ്റലായിട്ട് ഉപയോഗിക്കാറുണ്ട്, മെഡിക്കൽ പർപ്പസസിന് ഉപയോഗിക്കാറുണ്ട്, സോയിൽ ബൈൻഡേഴ്സായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ എന്താ പറയേണ്ടത്, നമ്മൾ ഈ ജലാശയങ്ങളുടെയൊക്കെ സൈഡിൽ ഈ സാധനം നിൽപ്പുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ജലാശയത്തിലുള്ള മണ്ണെല്ലാം ഒലിച്ച് പോയാലും അല്ലേ, ജലാശയത്തിൻ്റെ സൈഡിലുള്ള മണ്ണെല്ലാം ഒലിച്ച് പോയി കഴിഞ്ഞാലും ഈ ചെടികളുമായിട്ട് സറൗണ്ട് ചെയ്തേക്കുന്ന സോയിലിനെ ഇത് ഹോൾഡ് ചെയ്യാറുണ്ട്. കാരണം അത്ര നല്ല ബൈൻഡേഴ്സാണ്, മണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവരാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ഫേൺസൊക്കെ നമ്മൾ ഈ പറയുന്ന നടക്കുന്ന നമ്മൾ ഈ പറയുന്ന റിവർ സൈഡിലൊക്കെ കാണാറുണ്ട്. സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുത്ത് കയ്യിലൊക്കെ അടിക്കുമ്പോൾ അച്ച് കണക്കുള്ള സാധനങ്ങൾ വരും. കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഫേൺസിനെ എടുത്ത് കയ്യിലും കാലിലൊക്കെ അടിക്കുമ്പോൾ കാണാം ചെറിയ നമ്മൾ ഈ എന്താ പറയുക മെഹന്തിയൊക്കെ ഇട്ടത് കണക്ക് അച്ച് കണക്ക് വരും. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അത് ആ ഫേൺസ് തന്നെയാണ് ഇത്. പലപ്പോഴും ഈ പറയുന്ന പൊടിയായിട്ട് വീഴുന്നതിൻ്റെ സ്പോർസാണ് കേട്ടോ, സ്പോറുകളാണ് വരാറുള്ളത്. ഇനി ഇതിനകത്ത് പറയാനുള്ളത് സൈലം ഫ്ലോയത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രോത്താലസിൻ്റെ കാര്യം പറഞ്ഞു, മറക്കരുത്. പ്രോത്താലസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ് അല്ലേ. എന്താ പറയേണ്ടത്, അതൊരു ഗെമിറ്റോഫൈറ്റാണ്. കാരണം ഇതിൽ നിന്നാണ് ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നത്. എന്നാൽ പ്ലാൻ ബോഡി എന്താണ്, സ്പോറോഫൈറ്റാണ്. അതിൽ നിന്ന് സ്പോർ ഉണ്ടാവും, സ്പോർ പൊട്ടിക്കളിച്ച് പ്രോത്താലസ് ഉണ്ടാവും, പ്രോത്താലസിനകത്തുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് വീണ്ടും സ്പോറോഫൈറ്റ് ആവും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഏതിനെക്കാട്ടി, ബ്രയോഫൈറ്റ്സിനെക്കാട്ടി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ജിംനോസ്പേംസും ആൻജിയോസ്പേംസും നമുക്ക് അടുത്തൊരു സെഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം പ്ലാൻ കിങ്ഡത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ആൽഗെ എടുത്തു, ബ്രയോഫൈറ്റ്സ് എടുത്തു, ടെർഡോഫൈറ്റ്സ് എടുത്തു. അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മാറിയും തിരിഞ്ഞും എല്ലാം ചോദിക്കും, നന്നായിട്ട് പഠിക്കണം. ജസ്റ്റ് ആ പേരൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി. പിന്നെ ഒരു കഥ കേട്ട് കണക്കിരിക്കണം, അല്ലാതെ എസ്സേ എഴുതാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾക്ക് MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഇനി ജിംനോസ്പേംസും ആൻജിയോസ്പേംസും കൂടെ കഴിയുമ്പോഴത്തേക്ക് പ്ലാൻ കിങ്ഡം കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് ഇനി ജിംനോസ്പേംസും ആൻജിയോസ്പേംസും അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം.